നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എന്നുള്ളത് മൂന്നാറിലാണ്. മൂന്നാർ വന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീശപ്പുലിമല ട്രക്കിങ്ങിന് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മൂന്നാറിലെത്തിയത്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. മീശപ്പുലിമലയെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതാണ്. ട്രക്കിംഗ് ഫീയും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കുക. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ തന്നെ മീശപ്പുലിമല ബേസ് ക്യാമ്പിൽ നിന്നേക്കുന്നതാണ്. ഇത് ഈ ബ്രെഡ് ജാമുണ്ട്, പിന്നെ കാപ്പിയുണ്ട്. പക്ഷേ അവിടെ കാപ്പി വന്നിട്ടുണ്ട്. കാപ്പി നല്ല തണുപ്പുണ്ട്. ഇതാണ് മീശപ്പുലിമല ബേസ് ക്യാമ്പ്. കിട്ടിയോ? അപ്പോൾ ഞാൻ നിങ്ങളൊരു വിഷ്വൽ കാണിക്കാൻ നോക്കി. അപ്പോൾ ഞങ്ങൾ മീശപ്പുലിമലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഏതാണ് ഞങ്ങളുടെ ബേസ് ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ വിട്ടിട്ട് ഇപ്പം കുറച്ച് മുമ്പോട്ട് വന്ന് നമ്മൾ അടുക്കാറായി. നമ്മൾ ട്രക്കിംഗ് ആയിട്ടില്ല, കുറച്ചുകൂടെ പോകണം. ഒരു ശേഷമാണ് ട്രക്കിംഗ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേരും മറന്നുപോയി. എൻ്റെ മുന്നിൽ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, അവിടെ ഈ സ്റ്റേ ഉള്ളതായിട്ട്. ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഉള്ള എല്ലാവരും റെഡി ആയിപ്പോണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പോകുന്നുണ്ട്. പോകുന്നുണ്ട് കണ്ടോ എൻ്റെ മുമ്പല്ലോ ഫൂതേ പോയോ ആ പോയി. അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ട്രക്കിംഗ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. നല്ലതായിട്ട് വിറയ്ക്കുന്നുണ്ട്. നമുക്ക് മറ്റേ ഗൈഡൊന്നും ഇല്ലേ പോകാൻ? മുകളിലുണ്ടോ? റോഡോ മാഷൻ തന്നെ നമ്മൾ ട്രക്കിങ് ആരംഭിക്കുന്നത്. നമ്മൾ മൂന്നാറിൽ നിന്ന് ജീപ്പ് ബുക്ക് ചെയ്തിട്ടാണ് ഈ റോഡോ മാഷിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. 6 പേർക്ക് 3500 രൂപയാണ് ജീപ്പിന് ആയിട്ടുള്ളത്. അപ്പോൾ റോഡോ മാഷിൽ നിന്ന് ആദ്യത്തെ ഈ ഒരു മല ട്രക്ക് ചെയ്ത് നമ്മൾ സൺറൈസ് പോയിൻറ്റിൽ എത്തിച്ചേരണം. ഇവിടെ നിന്ന് ഏകദേശം 8 മലകൾ നമ്മൾ ട്രക്ക് ചെയ്ത് വേണം നമുക്ക് മീശപ്പുലിമലയിൽ എത്തിച്ചേരുവാൻ വേണ്ടി. ഇവിടെ താമസിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ ഫേസ്ബുക്കിൽ കൂടെ കാണുന്നെങ്കിൽ നിങ്ങൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇതിന് താഴെയാണ് നമ്മൾ ഒന്ന് ജീപ്പ് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ഒരു മല കയറി വന്ന് ഇനിയുമുണ്ട്. അവിടെ പോകുന്നു. നിങ്ങൾ അങ്ങോട്ടൊക്കെ നോക്കിയാ ആ ഒരു ഭംഗിയുണ്ടോ, എന്താ ബ്യൂട്ടി. അപ്പോൾ ഇതേ അങ്ങ് ദൂരെ കാണുന്ന ആ ഒരു മലയാണ്. അങ്ങ് ദൂരെ ആ ഒരു മലയുടെ ബാക്കി കാണുന്നത് കൂർത്തിരിക്കുന്ന ടൈപ്പുള്ള. അപ്പോൾ ആ മലയാണ് കൊളക്കുമല. അതാണ് കൊളക്കുമല. അപ്പോൾ കൊളക്കുമല ഭാഗത്തുനിന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഒരു വഴിയണം ഇങ്ങനെ വരാനുള്ള. അത് ലീഗലല്ല, ഇല്ലീഗലാണ്. ആ വഴിയായിട്ട് വരാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ കാണിക്കും. അപ്പോൾ നമ്മൾ കയറി വന്ന വഴികളാണ് താഴെ കാണുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് താഴോട്ട് ഇറങ്ങും. ഇത് മീശപ്പുലിമല ഫോട്ടോ പോയിന്റ്. ഫോട്ടോ എടുക്കാൻ നിൽക്കുക.
അപ്പോൾ ഞങ്ങളത് ഇവിടുന്ന് ഫുള്ള് കോട ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തത്. ഇപ്പോൾ ഫുള്ള് കോട കയറി ഈ ഭാഗത്തില്ല, വിസിബിലിറ്റി കംപ്ലീറ്റ് പോയി, ഒന്നും കാണാനില്ല. ആണ് ചുറ്റും ഒന്നുമില്ല, ഫുള്ള് കോട കയറി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്തേ പറ്റത്തുള്ളൂ. അതായത് നിങ്ങൾ എൻ്റെ ഈ പുള്ളിക്കാരൻ്റെ ചാനൽ മോട്ടോ ട്രാവലർ 41 അല്ല ഇൻസ്റ്റാഗ്രാം പേജ് കരിസ്മ ഗൈ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ നോക്കിയാൽ മതി. ഓഫ് റോഡിൻ്റെ ഉസ്താദാണ് വിനിച്ചാൽ അവിടെ എന്തോ വാങ്ങുന്നുണ്ടോ? ഞാനൊന്ന് പൊക്കി വെച്ചേക്കെന്ന് അറിയാം തിരുവല്ലയിൽ. അപ്പോൾ നമ്മൾ കയറി വന്ന ഭാഗമാണ് അവിടെ താഴെ കാണുന്നത്. കണ്ടല്ലോ, ഫുള്ള് കോട കയറി. അത്യാവശ്യം കുറച്ച് തണുപ്പായിട്ടുണ്ട്. ഞങ്ങളെല്ലാം കൂടെ തിരിച്ച് നടക്കുക. അപ്പം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോകത്തില്ല, ഇങ്ങനെ ഇറങ്ങി നമുക്ക് ഗൈഡുണ്ട്. ഗൈഡ് ഇങ്ങനെ താഴെ കൂടെ പോയി ഇങ്ങനെ ട്രക്ക് ചെയ്ത് നമ്മളിങ്ങനെ അങ്ങനെ കയറി ഇറങ്ങിയൊക്കെയാണ് ഇനിയും പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരാൾക്ക് പെർ ഹെഡ് 1350 രൂപ ഫോറസ്റ്റിൻ്റെ ചാർജും, പിന്നെ 550 രൂപ 550 രൂപയാണ് 500 ജീപ്പിൻ്റെ ചാർജും വരും. ജീപ്പ് മാത്രമേ കയറ്റി വിടുകയുള്ളൂ. പിന്നെ അവിടെ താമസിക്കണമെങ്കിൽ നിങ്ങൾക്കത് അവരുടെ വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്യാവുന്നതാണ്. റേറ്റിംഗ് അങ്ങനെ ഡിപ്പെൻഡ്സ് കൊണ്ട് ആയിരിക്കും, നമുക്ക് റേറ്റ് അറിയത്തില്ല. 6000 മുതൽ മുകളോട്ടാണെന്ന് തോന്നുന്നു. 6000 ആണോ 10,000 ആണോ അങ്ങനെ വരും, ഫുഡ് ഉൾപ്പെടെ അങ്ങാണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാം, എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയത്തില്ല. അപ്പം ഇവിടെ നമ്മുടെ ഗൈഡ് തിപ്പുണ്ട്, പിന്നെ ഇവരായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നില്ല. അപ്പം ഞങ്ങൾ താഴോട്ട് ഇറങ്ങി തുടങ്ങി. അപ്പോൾ ഇവിടുന്ന് ട്രെക്ക് ചെയ്ത് ഒരു 2 മലയുണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ താഴോട്ട് ഇറങ്ങി നല്ല കുത്തനെ അവിടെ ഇറക്കുക. ഏകദേശം ഇതൊരു 15 ഡിഗ്രി ചരിവുണ്ട് ഇത്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേ ഇവിടെ ഒരു താഴെ ഒരു വാട്ടർ ക്രോസിംഗ് ഉണ്ട് കേട്ടോ, നല്ല ശുദ്ധമായ വെള്ളം അത്. അപ്പോൾ നമുക്ക് കുടിക്കാനൊക്കെ പറ്റും. എല്ലാവരും വെള്ളമൊക്കെ എടുക്കുന്നുണ്ട് കുടിക്കാൻ വേണ്ടിയൊക്കെ. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ചാടുക, അപ്പുറത്ത് കടന്ന് നമ്മൾ ആ മല ഒഴുകി കയറി പോകണം. എല്ലാം പോയി, നല്ല ശബ്ദമുണ്ട്. അപ്പോൾ അതേ നമ്മൾ ഇവിടുന്ന് ക്രോസ് ചെയ്യണം. ചാടിക്കോളാം. ഓക്കെ. ഇപ്പോൾ കുറച്ച് തെറ്റലുണ്ട് ഇവിടെ, ശ്രദ്ധിച്ച് കയറുക, ആരും വീഴല്ല. നടന്ന ദൈവത്തിന് വ്യൂ വേണ്ട, കാണിച്ചാലും കേട്ടോ. വ്യൂ വേണ്ട. അപ്പോൾ ദേ അവിടെ ദൂരെ ഒരു ലേക്ക് കണ്ടോ, അതിനൊരു ഹാർട്ട് ഷേപ്പാണ്. എനിക്ക് നമ്മുടെ ആ മലയുടെ മുകളിൽ കയറുമ്പോൾ നമുക്കത് ആ ഹാർട്ട് ഷേപ്പിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വിശ്വാസമൊക്കെ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും റെസ്റ്റാണ്. ഓരോ മല കയറുക, ഒരു റെസ്റ്റ് എടുക്കുക. അതൊക്കെ ഒരു പ്രായമുള്ള ആൾ കണ്ടോ, ഒരു മുണ്ടൊക്കെ കൊടുത്ത് വന്നിരിക്കുന്നുണ്ടോ. അതൊക്കെ അങ്ങനത്തെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ലേക്കില്ലേ, ഞാൻ പറഞ്ഞില്ലേ മുമ്പ് പറഞ്ഞില്ലേ ഒരു ലേക്ക് ഉണ്ടെന്ന്. എൻ്റെ പൊന്നെ അതാണ് ദേ ആ കാണുന്നേ ആണ് ഞാൻ പറഞ്ഞ ഹാർട്ട് ഷേപ്പുള്ള ആ ലേക്ക്. പിന്നെ ഇതേണ്ട ഈ കാണുന്നതാണ് നീലക്കുറിഞ്ഞി. അപ്പോൾ ദേ ആ ടോപ്പ് കണ്ടോ, അവിടെ ആണ് മീശപ്പുലിമല. എൻ്റെ ദൈവമേ, ഇപ്പോൾ 8000 നിന്ന് ഇപ്പോൾ ഒരു 500 അടി കയറിട്ടുണ്ട്. അപ്പം 8500 ലേക്കിൻ്റെ വ്യൂ കണ്ടോ. ഇവിടെ എല്ലാം വരെ നിൽക്കുന്ന നമ്മുടെ നീലക്കുറിഞ്ഞിയുടെ ചെടികളാണ് കേട്ടോ. ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ ഒന്നും ട്രക്ക് ചെയ്ത് പോകത്ത് ഇവരുള്ളതുകൊണ്ട് അപ്പം അതുകൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും.
ദുൽഖർ ചാർലി പറഞ്ഞല്ലേ മിശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? മഞ്ഞ് പെയ്യുന്ന കണ്ടില്ല, പക്ഷേ കോട ഉണ്ട്. എൻ്റെ കുറേ കോട കാണാം നിങ്ങൾക്ക്. പിന്നെ അങ്ങോട്ടെല്ലാം ഉണ്ട്, കാണാൻ പറ്റും. നമ്മുടെ ആ കുട്ടിക്കാനത്തൊരു പൈൻ ഫോറസ്റ്റ് ഉണ്ട്. പണ്ട് അത് ഫ്രീ ആണ്. ഒരു മനുഷ്യന് ഇഷ്ടംപോലെ ആൾക്കാർ വരുമായിരുന്നു. അതല്ല അതുകൊണ്ട് വേറെ കുട്ടിക്കാനത്ത് വേറെണ്ണമുണ്ട്. കുട്ടിക്കാനത്ത് നമ്മൾ കുമളിക്ക് പോകുന്ന റൂട്ടിൽ ഒരു പൈൻ ഫോറസ്റ്റ് ഉണ്ട്. ഇപ്പോൾ അവിടെ ഇതാക്കി, ഫീസാക്കി. മറ്റേ ആർക്കും കയറായിരുന്ന പ്രശ്നമൊന്നുമില്ലായിരുന്നു. അവിടെ ആളുകൾ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടെ ആക്കി. ഈ മല കുറച്ച് കയറാൻ പറ്റും. ചെറിയ വീഡിയോസ് ഒക്കെ ഇഷ്ടമായി ലൈക്ക് ചെയ്യുന്നതായാലും മറക്കേ ചെയ്യില്ല. കാണാം. അപ്പം ഇത് നല്ലൊരു കുത്തനെയുള്ളൊരു മലയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മീശപ്പുലിമല ട്രക്കിൽ 5ാമത്തെ മല ഇതാണെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ ഓരോ മലയ്ക്ക് നമ്പർ ഇട്ട് അങ്ങ് പോകും, ഒരു ആശ്വാസം അല്ലേ? അപ്പോൾ കയറുക ഗൈസ്. ഇവിടെ മറ്റേ മരം വളരാൻ ഇവിടെ സംഭവിക്കില്ല. ഈ മരം എല്ലാം വെട്ടി കളയുന്നുണ്ട് കേട്ടോ. കാരണം ഇത് ഓവറായി കഴിഞ്ഞാൽ, ഇതെന്തുകൊണ്ടാണ് വെട്ടുന്നത്? ഇത് ഓവറായി കഴിഞ്ഞാൽ ഈ ട്രക്കിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഈ പൈൻ ഫോറസ്റ്റിൻ്റെ പോയവർക്ക് അറിയാൻ പറ്റും, പൈൻ വാലിയൊക്കെ തെറ്റിലുണ്ടാവും. അതുകൊണ്ടായിരിക്കണം ഇവരെല്ലാം വെട്ടിക്കളഞ്ഞേക്കുന്നത്. അപ്പോൾ അടുത്ത മല കയറും. ഇത് 6ാമത്തെ മലയാന്ന് തോന്നുന്നു. അപ്പോൾ ഈ കാണുന്ന 7ാമത്തെ മലയാന്ന് വിചാരിക്കുക. നല്ല കുത്ത് കയറ്റുക. ഒരു ലക്ഷത്തേനെ ബാക്കിലോട്ട് കാണിച്ചു തരണം. അങ്ങനെ അവസാനം നമ്മൾ ട്രക്ക് ചെയ്ത് മീശപ്പുലിമല എത്തിയിരിക്കുകയാണ്. മീശപ്പുലിമലയുടെ ടോപ്പിൽ വന്ന ശേഷം ഇവിടെ ഫുള്ള് കോടയാണ്. അപ്പം കഴിഞ്ഞ മഴയൊക്കെ പെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കോട ഇങ്ങനെ ഉണ്ടായത്. നമുക്ക് ക്ലൗഡ് ബേഡൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് വന്നത്, പക്ഷേ ക്ലൗഡ് ബേഡ് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും മീശപ്പുലിമല ഇനിയും നമ്മൾ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലൗഡ് ബേഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൽ മീശപ്പുലിമലയുടെ കഥച്ചേട്ടാ കേട്ടോ. മീശപ്പുലിമലയുടെ ടോപ്പിൽ തിരിക്കുകയാണ്. ഈ കാണുന്നതാണ് മീശപ്പുലിമല. കുറച്ച് നേരം ഇരിക്കാം, പ്രഷർ ഇനിയുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങണം. വന്ന വഴിയില്ല, വേറെ വഴി ഉണ്ടോ എന്ന് പറഞ്ഞു. ആ വഴി ഇറങ്ങി നമ്മുടെ ക്യാമ്പ് ചെയ്താണ്. അപ്പോൾ ഇതേ അവിടെ വരയാടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങ് ദൂരമുണ്ട്. ഇതേ ഇവരുണ്ട്. അവിടെ എല്ലാം നിൽപ്പുണ്ട് വരയാട്. ഇതാണ് വരയാടിൻ്റെ കാട്ടം. വരയാടിൻ്റെ ആട്ടും കാട്ടം. വരയാടിൻ്റെ കാട്ടം. വിശന്ന് കഴിച്ചു പോയി കേട്ടോ, കഴിച്ചു പോയി. ഇതുള്ളൂ കൽത്ത എന്തോ. മീശപ്പുലിമലയിലെ കുറച്ച് കാര്യങ്ങളും ഇവിടെ എങ്ങനെ താമസിക്കാം, എങ്ങനെ ബുക്ക് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ്. അപ്പോൾ ആദ്യമേ മീശപ്പുലിമലയെ പറ്റി പറയാം. പശ്ചിമഘട്ടത്തിലെ 2ാമത്തെ ഉയരം കൂടി കൊടുമുടിയാണ് മീശപ്പുലിമല എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 8724 അടി ഉയരത്തിലാണ് ഇത് ചെയ്യുന്നത്. പിന്നെ മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ അകലെ നമ്മുടെ സൂര്യനെല്ലിക്ക് സമീപം ആനമലയാണ്. ആനമലക്കുന്നിനും പിന്നെ പളനിക്കുന്നിനും ഇടയിലാണ് ഈ ഒരു മീശപ്പുലിമല സ്ഥിതി ചെയ്യുന്നത്. സൂര്യനിൽ നമുക്ക് ട്രക്ക് ചെയ്ത് വരാൻ സാധിക്കും, പക്ഷേങ്കിൽ അത് ഇല്ലീഗലാണ്. എനിക്ക് കൃത്യം അറിയത്തില്ല. നമുക്ക് അതായത് കുളക്കുമല ചെന്നിട്ട് സൂര്യനിൽ നിന്ന് നമ്മൾ കുളക്കുമലയ്ക്ക് വന്നാൽ കുളക്കുമലയിൽ നിന്ന് നമുക്ക് ഈ മീശപ്പുലിമലയ്ക്ക് പോകാനൊരു ട്രക്ക് പോലെ നമുക്ക് ഗൂഗിൾ മാപ്പിനകത്ത് കാണിക്കുന്നുണ്ട്. അത് ഇല്ലീഗലായിരിക്കും, എനിക്ക് കൃത്യം അറിയത്തില്ല. അത് ആരും അതിനുവേണ്ടി മുതലായിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ എങ്ങനെ താമസിക്കാം, എങ്ങനെ ബുക്ക് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ നമ്മൾ ഡേ ട്രക്കിങ്ങിനാണ് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് താമസമില്ല. ഞങ്ങൾ താമസിച്ചത് നമ്മുടെ KSRTCയിലെ സ്ലീപ്പർ ബസ്സിനകത്ത് താമസിച്ചത്. അവിടെ ഞങ്ങൾക്ക് ഒരാൾക്ക് 220 രൂപ വെച്ച് ആയിട്ടാണ് താമസിക്കാൻ വേണ്ടി. അതിൽ ഒരു ബെഡ്, പിന്നെ നമുക്കൊരു കമ്പിളി ഉണ്ടായിരുന്നു, പിന്നെ ഒരു തലയണ ഉണ്ടായിരുന്നു, പില്ലയും കൂടെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ചേർത്താണ് 220 രൂപ നമുക്ക് ചാർജ് ചെയ്തത്.
പിന്നെ KFDCയുടെ വെബ്സൈറ്റിൽ കയറി വേണം നമുക്ക് മീശപ്പുലിമല ട്രക്കിങ്ങിന് ബുക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം താമസിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ബേസ് ക്യാമ്പിൽ ടെൻറ്റ് സ്റ്റേ ഉണ്ട്. അവിടെ ഏകദേശം 5000 + GST വരും. ഏകദേശം ഒരു 6000 രൂപയോളം വരും. 2 പേർക്ക് എന്ത് താമസിക്കാൻ പറ്റും. അതിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഈവനിങ് സ്നാക്സ് കിട്ടും. ജീപ്പ് നമ്മൾ അവരോട് KFDC വിളിച്ച് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ വിളിച്ച് പറഞ്ഞാൽ നമുക്ക് ജീപ്പ് അറേഞ്ച് ചെയ്ത് തരും. അതെങ്ങനെയൊക്കെ സംസാരിച്ചു, അല്ലെങ്കിൽ നമ്മൾ ജീപ്പുകാരെ കണ്ട് റെഡിയായി പോകണം. ഏകദേശം 3500 ജീപ്പിന് നമുക്ക് ചാർജ് വരുന്നത്. 6 പേർക്കാണ് 3500 രൂപ വരുന്നത്. ഏകദേശം ഒരു 650-700 രൂപ ഒരാൾക്ക് ജീപ്പിന് ചാർജ് വരും. പിന്നെ അതെന്ത് അപ്പം ബേസ് ക്യാമ്പിൽ താമസിക്കുകയാണെങ്കിൽ ബേസ് ക്യാമ്പിൽ നിന്ന് നമുക്ക് മീശപ്പുലിമല വരെ പോയിട്ട് വരാൻ വേണ്ടി ട്രക്കിങ്ങിന് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് വരുന്നത് ഏകദേശം 16 കിലോമീറ്ററാണ്. 1 സൈഡ് 8 കിലോമീറ്റർ വരും. അല്ലെങ്കിൽ നമ്മൾ ജീപ്പായിട്ട് പറയുന്നുണ്ടെങ്കിൽ ബേസ് ക്യാമ്പിൽ നിന്ന് റോഡോ മാൻഷൻ വരെ 1500 രൂപ ജീപ്പിന് നമുക്ക് കൊടുക്കാമെന്നുണ്ടെങ്കിൽ, എക്സ്ട്രാ കൊടുക്കാമെങ്കിൽ അവർ നമ്മളെ അവിടെ കൊണ്ടുവിടുന്നതാണ്. പിന്നെ അതുപോലെ റോഡോ മാൻഷനിൽ നമുക്ക് റൂം കിട്ടും. ഇതെല്ലാം നേരത്തെ വെബ്സൈറ്റിൽ നമ്മൾ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്തെങ്കിൽ നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ ചെന്നിട്ട് നമുക്ക് ബുക്ക് ചെയ്തൊന്നും സാധിക്കില്ല. നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്ത് വേണം മീശപ്പുലിമലയ്ക്ക് പോകാൻ വേണ്ടി. ഇപ്പോൾ റോഡോ മാൻഷനിലെ ഡബിൾ റൂമിൻ്റെ റേറ്റ് വരുന്നത് 7000 + GST ആണ്. ഏകദേശം ഒരു 8300 രൂപയോളം വരും. 2 അഡൽട്ടിലാണ് അവിടെ താമസിക്കാൻ വരുന്നത്. എക്സ്ട്രാ ചൈൽഡ് ഉണ്ടെങ്കിൽ 1750 രൂപ കൊടുക്കേണ്ടി വരും. ഇത് നമുക്ക് ഈവനിങ് സ്നാക്സ്, പിന്നെ അതുപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം. പിന്നെ അതുപോലെ റോഡോ മാൻഷനിൽ വരുന്നെങ്കിൽ നമ്മൾ ജീപ്പിന് എക്സ്ട്രാ 3500 ഈ പറഞ്ഞ പൈസ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ 8300 പ്ലസ് ഒരു 3500 വരെ, ഏകദേശം ഒരു 11000-12000 രൂപയോളം നമുക്ക് ചാർജ് ചിലവ് വരും മീശപ്പുലിമല ട്രക്ക് ചെയ്യാൻ വേണ്ടി റോഡോ മാൻഷനിൽ താമസിക്കുകയാണെങ്കിൽ. പിന്നെ അതുപോലെ റോഡോ മാൻഷൻ തന്നെ ഈ ഡബിൾ റൂം വിത്ത് എക്സ്ട്രാ ബെഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് സെയിം റേറ്റ് പിന്നെ ഈ 8300 രൂപയാണ്. + GST ഉൾപ്പെടെ 8300 രൂപയാണ് വരുന്നത്. ഒരു എക്സ്ട്രാ അഡൽട്ട് ഉണ്ടെങ്കിൽ ഒരു 3150 രൂപയുടെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. പിന്നെ എക്സ്ട്രാ ചൈൽഡ് ഉണ്ടെങ്കിൽ ആ റൂമിന് 1575 രൂപ കൊടുക്കേണ്ടി വരും. പിന്നെ സ്കൈ കോട്ടേജ് എന്നൊരു ഓപ്ഷൻ ഞാൻ KFDCയുടെ വെബ്സൈറ്റിൽ കണ്ടു. അതിന് കൃത്യമാർത്തില്ല. അതിന് വരുന്നത് ഈ 8300 രൂപയാണ് വരുന്നത്. അപ്പം നമ്മൾ ടെൻറ്റ് ബേസ് ക്യാമ്പ് എടുത്താലും റോഡോ മാൻഷൻ റൂം എടുത്താലും പിന്നെ അതുപോലെ ഡേ ട്രക്കിങ്ങിന് വന്നാലും നമുക്ക് ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. അതായത് ഡേ ട്രക്കിങ്ങിന് വരുന്നവർക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കിട്ടും. പിന്നെ അതുപോലെ നമുക്ക് ലഞ്ചും കിട്ടുന്നതാണ്. പിന്നെ ബേസ് ക്യാമ്പ് രാവിലെ നമുക്ക് ചായയും പിന്നെ അതുപോലെ സ്നാക്സും കിട്ടുന്നത്. സ്നാക്സ് എന്ന് പറഞ്ഞാൽ ബ്രെഡാണ്. നിങ്ങൾ വീഡിയോ തുറക്ക് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ബ്രെഡാണ് കിട്ടുന്നത്. പിന്നെ ഫുഡ് രക്ഷയില്ലാത്ത ഫുഡാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതുപോലെ മീശപ്പുലിമല നമ്മളിപ്പം ട്രക്ക് ചെയ്ത് നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ട്രക്ക് ചെയ്ത വഴി കൂടെയല്ല നമ്മൾ തിരിച്ച് വരുന്നത്. തിരിച്ച് നമ്മൾ വേറൊരു വഴി കൂടെ പോയിട്ട് നമ്മൾ ഇങ്ങനെ ട്രക്ക് ചെയ്താണ് നമ്മൾ ബേസ് ക്യാമ്പിലോട്ട്, അതായത് ബേസ് ക്യാമ്പിലല്ല റോഡോ മാൻഷനിലോട്ട് എത്തുന്നത്. അപ്പോൾ നമ്മളൊന്ന് ജീപ്പ് അവിടെ കിടപ്പുണ്ട്. അവിടെ നമ്മൾ നേരെ ബേസ് ക്യാമ്പിൽ പോകും. ബേസ് ക്യാമ്പിൽ ചെന്ന് നമുക്ക് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമുക്ക് അവിടെ നേരെ തിരിച്ച് മൂന്നാറിലോട്ട് പോകും. മീശപ്പുലിമല ട്രക്കിങ് കഴിയാറായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് പറയാറ്. മീശപ്പുലിമലയുടെ ബേസ് ക്യാമ്പ് വന്ന് ഇവിടെയാണ് നമ്മൾ ഊണൊക്കെ വെച്ചേക്കുന്നത്. നേരത്തെ കഴിക്കണമെന്ന് തോന്നുന്നു. എല്ലാം കഴിക്കാം, വിശക്കുന്നുണ്ട്. ചോറ് കംപ്ലീറ്റും എന്തൊക്കെയുണ്ട്. ഇതവിടെ ഇവിടെ കിട്ടിയ ഊണാണ് നമ്മുടെ പായ്ക്കിനകത്തുള്ളൂ. ചോറുണ്ട്, സാമ്പാറുണ്ട്, ബീറ്റ്റൂട്ട് തോരനുണ്ട്, പിന്നെ അതുപോലെ ക്യാബേജ് ചോറുണ്ട്, ഓംലെറ്റ് ഉണ്ട്, പുട്ടുണ്ട്, കടലക്കറി ഉണ്ട്, അച്ചാറുണ്ട്, സാധനമുണ്ട്. അപ്പോൾ ഈ ഒരു കാണുന്ന സ്ഥലം നമ്മുടെ സൈലൻറ്റ് വാലിയാണ്. അപ്പോൾ നമ്മൾ ഈ വെളുപ്പിനെ പോയതാണ്, ഇരുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വണ്ടി നിർത്തി ഈ ഒരു കാഴ്ച കാണിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ തിരിച്ചെന്ന വഴിയാണ് ഈ ഒരു കാഴ്ച കാണിക്കുന്നത്. അതിമനോഹരമായ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ. പിന്നെ ഈ സൈഡിലൊക്കെ പണ്ട് ഒരുപാട് മരങ്ങളുണ്ട്. മരങ്ങളെല്ലാം വെട്ടി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സിനിമ ലൊക്കേഷൻസും വെബ് സീരീസും ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈലൻറ്റ് വാലി വന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമ്മൾ മീശപ്പുലിമലയ്ക്ക് പോകുന്നത്.
പിന്നെ അതുപോലെ നിങ്ങൾ ഫേസ്ബുക്ക് ഗ്രൂപ്പിലാണ് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കിട്ടുമ്പോൾ ദിസ് ഈസ് രഞ്ജിത്ത് സൈനിങ് ഓഫ്.